അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, യുവാക്കളെ, ഇവിടെ ഒരു ദിൽസാദ് എന്ന് പറയുന്നൊരു പേരുള്ള മംഗലാപുരം ഭാഗത്ത്, മംഗലാപുരം സുള്ളിയിലെ ബെള്ളാരയിലാണ്, അവിടുത്തെ സ്റ്റേഷനിലാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്, കേസ് കൊടുത്തത്. ഈ യുവാവ് ചെയ്തത് 2,74,000 രൂപ അവർ പറഞ്ഞ പ്രകാരം ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും എന്തെല്ലാം അവർ പറഞ്ഞു അതെല്ലാം പറഞ്ഞ പ്രകാരം ഇട്ട് കൊടുത്ത് കളഞ്ഞതാണ്. തട്ടിപ്പാണ് സഹോദരന്മാരെ. അവർ പറഞ്ഞത് വീട്ടിലിരുന്ന് നോ ഇൻവെസ്റ്റ് ചെയ്യാതെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലി നമ്മൾ ഉണ്ടാക്കി തരാമെന്നുള്ള ഒരു ഗ്രൂപ്പാണ്. അവർ അതിൽ ഏതോ ഒരു നമ്പറിൽ ഇവനെ കോൺടാക്റ്റ് ചെയ്തു. അതിൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ ഒരു ഇത്ര പണം ഇട്ടോളൂ എന്ന് ആദ്യം പറയും. ചെറിയ സംഖ്യയായിരിക്കും അവർ ആദ്യം പറയുന്നത്. പിന്നെ വഴിയെ അവർ മൊത്തം കളയാൻ നോക്കും. അതാണ് ഇവിടെ വീട്ടിലിരുന്ന് കഷ്ടപ്പെടാതെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഈ ജനറേഷൻ. കഷ്ടപ്പെടാതെ ഇവർക്ക് കാശ് നേടണം, ഒരു ചിന്തയുമില്ല. ഏത് രീതിയിലാണ് ഇത്ര പണം പോലും ഇവൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ഒരു പ്ലാനിങ്ങും ആരോട് സംസാരിച്ചിട്ടോ അതല്ലെങ്കിൽ സ്വന്തമായി ഒരു അഭിപ്രായമുണ്ടാക്കിയിട്ടോ പണം കളയാത്ത രീതിയിൽ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാം അതല്ലെങ്കിൽ ജോലി ചെയ്യാമെന്ന് ചിന്തിക്കാതെ ഒരു മുഖവും കാണാത്ത വെറും ഒരു നമ്പറിൽ ഇട്ട് കൊടുത്ത് ഇവൻ കളഞ്ഞത് ഇത്രയാണ്. 2,74,000 ഇതുപോലെയല്ല, ഇതിനേക്കാൾ കൂടുതൽ. അതാണ് സഹോദരന്മാരെ, നിങ്ങൾ ആ ഫോട്ടോയിൽ ആ ഒരു പേപ്പർ കട്ടിങ് നിങ്ങൾ കാണിച്ചത് അത് മനസ്സിലാകുന്നവർക്ക് ആകട്ടെ എന്നാണ് പറഞ്ഞാൽ. അത് കന്നഡമാണ്. കന്നഡ നാട്ടിൻ്റെ ഈ മംഗലാപുരം ഭാഗത്തതാണ്. അതുകൊണ്ട് ഞാൻ അതിന് വിവരിച്ച് പറഞ്ഞത്. ഇത്ര പണമാണ്, 2,74,000 അവൻ കളഞ്ഞത്. ഓൺലൈൻ തട്ടിപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ തട്ടിപ്പിലും പെടേണ്ട ആവശ്യമില്ല. എന്തിന് പെടണം? നിങ്ങൾക്ക് ജോലി ചെയ്തൂടെ? അതല്ലെങ്കിൽ ആ എത്രയാണ് തുക ഉള്ളത് അത്ര തുകക്ക് വേണ്ടതായിരുന്നു കച്ചവടമെങ്കിലും. അതല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവരെ സമീപിച്ച് അവരോട് സംസാരിച്ച് പരിചയമുള്ളവർ ഒരുപാടില്ലേ. നിങ്ങൾക്ക് വെറും ഒരു മൊബൈൽ കളിക്കാനോ വാട്സപ്പിൽ എന്തെങ്കിലും അയക്കാനും വേണ്ടിയിട്ട് മാത്രമാണോ ജനങ്ങളും ഫ്രണ്ട്സുകൾ വേണ്ടത്? സ്വന്തം അഭിപ്രായത്തെ ഇതുപോലെയാണ് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം അല്ലെങ്കിൽ കച്ചവടം ചെയ്യണം എന്നുള്ള ആഗ്രഹം കച്ചവടം ചെയ്യുന്ന ഫ്രണ്ട്സുകളോടോ അതല്ലെങ്കിൽ നാട്ടുകാരോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമില്ലാത്തവരോട് പറഞ്ഞാലും അവരും ഡയറക്ഷൻ പറഞ്ഞു തരും സഹോദരന്മാർ. വെറുതെ ആരും കാണാത്ത കാണാത്ത ഒരു നമ്പറിലേക്ക് നിങ്ങൾ കൊടുത്തതിന് ശേഷം നഷ്ടപ്പെട്ടതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തേരാപേര നടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനിവിടെ പോലീസ് അധികാരികൾ അങ്ങനെ അതുപോലെയുള്ള തട്ടിപ്പിൽ പെട്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തട്ടിപ്പിൽ പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും കോൾ വന്നാൽ ആ കോളുടെ നമ്പർ കൊടുത്ത് ഇത് എന്താണ് എന്ന് അവരോട് പരിശീലിക്കാനും അത് ചെയ്യാമോ, അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാമോ എന്നുള്ള കാര്യവും പോലും ചോദിക്കാൻ വേണ്ടി ഇവിടെ അധികാരികൾ വിശദമായി പറയുന്നു. അത് നിങ്ങൾ കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം, ഞാൻ ജോബി ചോന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇരിങ്ങാലക്കുടിയാണ് കേട്ടോ, ക്രൈസ്റ്റ് കോളേജിന്റെ മുമ്പിലാണ്. എന്താ പരിപാടി? ഒരു വീഡിയോ എടുക്കാനാ. എന്ത് വീഡിയോ ആണ്? റോഡായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം. നമുക്ക് കയറിയാ അല്ല എന്റെ കാര്യം പറയാ. കയറ് ജോബി, കയറി. ഞാൻ ഒരു കാര്യം പറയാം. അതല്ല കാര്യം പറയാം. കയറി. എങ്ങടെ കൊണ്ടുപോണേ? അത് പറയണ്ട സാറേ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒക്കെ പറയാ ജോബി, കാര്യങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ. ഞാനൊന്ന് ഫോൺ ചെയ്തോളൂ സാറേ. ഫോണൊക്കെ പിന്നെ ചെയ്യാം ജോബി. ഞാൻ ഫോൺ വിളിച്ചു വെച്ചാ. അല്ല ഫോൺ ജോബി എത്ര കാലമായി ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്? കുറച്ചാളായി. ഈ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത്? കുറച്ചൊക്കെ അറിയാം. നമ്മുടെ സമൂഹത്തില് നിങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ വ്ളോഗർമാർക്കും
യൂട്യൂബർമാർക്കും ഒക്കെ. ഓ ഞാനത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാറ്. അപ്പൊ ഇനിയും കുറെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ശരി ശരി. ജോബി പോയോ? തൃശ്ശൂർ റൂറൽ SP ഓഫീസിനോട് ചേർന്നുള്ള സൈബർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പോലീസുകാരെ കൊണ്ട് ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇവർ നമുക്ക് ശല്യമാവണമെന്നുള്ളത് നമുക്ക് ആ പോലീസുകാരോടൊന്ന് ചോദിക്കാം കേട്ടോ. വായോ. അപ്പോൾ സാറുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാർ നമസ്കാരം. ജോബി ഇരിക്കും. അതായത് പോലീസുകാർ ഇപ്പോൾ ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് ഏത് രീതിയിലത്? പോലീസുകാരല്ല ശല്യം. ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൈബർ ക്രൈമിന്റെ ദൂഷ്യവശം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ പൈസ ഇഷ്ടം പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഒരു 17 കോടി രൂപയോളം പോയിട്ടുണ്ട്. അന്നേരം അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ജോബി ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഇവിടെ എത്തിച്ചല്ലേ? ഓക്കെ, സന്തോഷം. അപ്പൊ എന്നെ പോലീസ് പിടിച്ചോന്നല്ല, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. ഒരു പക്ഷേ നിങ്ങളും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ തന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ജോബി എൻ്റെ പൈസ നഷ്ടപ്പെട്ടു, ഇന്നെ പോലെ ഒരു ലിങ്ക് വന്നതാണ്, അവ ഓപ്പൺ ചെയ്തു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണും. സാർ, ഏത് രീതിയിലാണ് ജനങ്ങൾ ഇപ്പോൾ പെട്ടോണ്ടിരിക്കുന്നത്? ജോബി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന 2 തരം സൈബർ തട്ടിപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് പോലീസ് യൂണിഫോമിൽ നമുക്കൊരു വീഡിയോ കോൾ വരികയാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ, അതേപോലെ CBI പോലുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വിലാസത്തിൽ ആരോ ഒരാൾ മയക്കുമരുന്ന് അയച്ചിട്ടുണ്ട്, അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് ഇത്. ഞങ്ങൾ പാഴ്സൽ അയച്ചത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ പേരും വിലാസവുമാണ് കണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരവാദികളാണ്, നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവര് അന്വേഷണ ഏജൻസി ആണെന്ന് പറഞ്ഞു, പോലീസ് ആണെന്ന് തന്നെ പറഞ്ഞിട്ട് വീഡിയോ കോൾ. അപ്പൊ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അതാണ് അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സുപ്രീം കോടതിയുടെ വാറണ്ട് അല്ലെങ്കിൽ സമൻസ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് തെറ്റായിട്ട് രീതിയിൽ അയച്ചു തരും. ഈ അയച്ചു തരുന്നത് നമ്മൾ ഭയചകിതരാവും. അങ്ങനെ അപ്പൊ അടുത്ത ആള് വിളിച്ചിട്ട് പറയും, ഇത് കുഴപ്പമില്ല, ഇത് സെറ്റിൽ ചെയ്യാം, നമുക്ക് ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നുള്ളൂ. അങ്ങനെ പക്ഷെ ഇത് വലിയ തുകയായിരിക്കും ഫൈൻ. ഇതൊരു വലിയ ലോബിയാണ്. ഇത് വലിയ തുകയാണ് ഫൈൻ അടയ്ക്കേണ്ടി വരിക. പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെടുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഇരകള് വിക്ടിം പണം കൊടുക്കാനായിട്ട് നിർബന്ധിതരാവും. അങ്ങനെ ഒരുപാട് പൈസ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ സൈബർ കുറ്റവാളികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുകളിൽ ഒന്നാണ് ഇതാണ്. നിങ്ങൾ ഈ വിവരം പുറത്ത് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും, നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും. അതുവരേക്കും നിങ്ങൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണ് എന്നാണ് കുറ്റവാളി നമ്മളെ സൈബർ തട്ടിപ്പുകാരൻ നമ്മളെ പേടിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കേട്ട് നമ്മൾ ആരായാലും പേടിച്ചു പോകും. രണ്ടാമത്തെ തരം തട്ടിപ്പ് എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗ് ആപ്പാണ്. ഈ ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയക്കും. അതിനെ തുടർന്ന് അവർ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ചേർത്തുന്നു. ഈ ഗ്രൂപ്പിൽ നിറച്ച് അവരുടെ ആളുകളായിരിക്കും. അവര് ചെറിയ തുക നിക്ഷേപിച്ചിട്ട് വലിയ തുക തിരിച്ചു കിട്ടിയതായിട്ട് ആ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ പരസ്പരം പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇതിൽ വീണ് പോകുന്ന നമ്മുടെ വിക്ടിം അതിൽ പണം നിക്ഷേപിക്കുകയും ഇരട്ടി തുക ലഭിച്ചതായിട്ട് അവരുടെ ആപ്പിൽ കാണിക്കുകയും ചെയ്യും. അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ ആപ്പാണ്. അത് വിശ്വസിച്ചിട്ട് നമ്മുടെ ആളുകള് വീണ്ടും പണം നിക്ഷേപിക്കുകയും അത് ഇരട്ടിയിലധികം തുക കിട്ടിയതായിട്ട് ആപ്പിൽ തെളിഞ്ഞു കാണുകയും ചെയ്യും. അപ്പൊ നമ്മളൊക്കെ അതിൽ സന്തോഷിക്കും. അപ്പൊ വീണ്ടും നിക്ഷേപിക്കും. പക്ഷെ അത് പിൻവലിക്കാൻ കഴിയില്ല. പിൻവലിക്കണമെങ്കിൽ അവർ പറയും വീണ്ടും ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ വലിയ തുക ടാർഗറ്റ് ഏതെങ്കിലും തുക തന്നാലേ ഇത് വീണ്ടും നിക്ഷേപിച്ചാലേ അത് പണം പിൻവലിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഈ അടുത്ത കാലത്ത് പലരുടെയും നഷ്ടപ്പെട്ടത്. നമ്മുടെ തൃശ്ശൂർ പോയിട്ടുണ്ട്. അതെ, തൃശ്ശൂർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1,10,00,000 രൂപ വരെ പോയ ഒരു കേസുണ്ട്, ഒരു സിംഗിൾ ഒരു പേഴ്സന്റെ കയ്യിൽ. പോയാലും പഠിക്കില്ല എന്നുള്ളതാണ് അല്ലേ? അല്ല, പഠിക്കാനായിട്ട് സൈബർ തട്ടിപ്പുകാർ അനുദിനം അവരുടെ ടെക്നിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അത് എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് നടക്കുന്ന തട്ടിപ്പല്ല നാളെ ഉണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കേരള പോലീസിന്റെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രചാരണം നടത്തുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിന്റെ വാർത്തകളാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് വരെയാണ് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ?
കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഉണ്ട്. കൂടാതെ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, ഇങ്ങനൊരു ലിങ്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ കോൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ധൈര്യമായിട്ട് എല്ലാവർക്കും വിളിക്കാം. 24 മണിക്കൂറും വിളിക്കാം. അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പോലീസ് നൽകും. മാത്രമല്ല, ഇനി അബദ്ധവശാൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടു പോയെങ്കിൽ 1930 1930 ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾ സൈബർ തട്ടിപ്പില് പെട്ടുപോയി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം തന്നെ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ 1930 വിളിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. എത്ര സമയത്തിനുള്ളിൽ? 1 മണിക്കൂർ. അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര തുക നഷ്ടപ്പെട്ടാലും, വലിയ തുകയാവട്ടെ ചെറിയ തുകയാവട്ടെ, നിങ്ങൾ 1930 വിളിച്ച് പറയുകയോ cybercrime.gov.in എന്ന സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പണം തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സൈബർ തട്ടിപ്പിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കേരള പോലീസ് നടത്തുന്നത്. അതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ വന്നത് ഇവിടെ തന്നെ. അതെ, അപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ, അതുപോലെ തന്നെ ബാങ്കിങ് ഇടപാടുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ കേരള പോലീസിന്റെ ഇത്തരം പ്രചരണ പരിപാടികൾ എല്ലാവരും കാണണം. അതുപോലെ തന്നെ സൈബർ തട്ടിപ്പിൽ നിന്ന് ഇത് രക്ഷിക്കുന്നതിന് വേണ്ടി സമൂഹത്തെ ഒന്നടങ്കം ബോധവൽക്കരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാണെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എത്രയൊക്കെ നമ്മൾ കേട്ടാലും ഞാനടക്കമുള്ള മലയാളികൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിൽ പോയി പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്വത്തിനും അതേപോലെ നമ്മുടെ ജീവനും ഒക്കെ സുരക്ഷിതത്വം ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്, ഉണ്ടാക്കിയ ആ ഹാർഡ് ഏൺഡ് മണി നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് തൃശ്ശൂർ SP സാർ നമ്മളോട് ഉണ്ട്. സാർ, എത്രത്തോളം ആളുകൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്? നമുക്ക് ഈ വർഷം 2024 ജൂൺ 30 വരെ 1020 പരാതികൾ കിട്ടിയിട്ടുണ്ട് NCRP പോർട്ടലിൽ. അതിൽ നിന്ന് 173 കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പരാതിയിൽ നമ്മൾ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ 123 കേസുകളിൽ ഏകദേശം 2 കോടി രൂപ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പണം അവർക്ക് തിരിച്ച് ലഭിക്കാനുള്ള ഒരു നടപടി നമുക്ക് സ്വീകരിക്കുന്നതാണ്. ഉണ്ട് അല്ലേ? അതെ. ഇനി ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാവുന്ന നമ്പർ? അത് ആക്ച്വലി നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ആണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. എന്തെങ്കിലും തട്ടിപ്പായി കഴിഞ്ഞാൽ വിത്ത് ഗോൾഡൻ അവർ വിതിൻ 1 അവറിനകത്ത് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ അമൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും. ശരി. അതെ. ഉണ്ട്. അപ്പോൾ 1930 വിളിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗോൾഡൻ അവറിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ NCRP പോർട്ടൽ വഴി ഈ അമൗണ്ട് ഫ്രീസ് ചെയ്ത് ആ അക്കൗണ്ടിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നമുക്ക് നടപടി കംപ്ലീറ്റ് ചെയ്ത് ആ പൈസ തിരിച്ച് ലഭിക്കും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. കാരണം വെച്ചാൽ നമ്മൾ ഏതെങ്കിലും തട്ടിപ്പിൽ പോയി പെടാതെ അതിന് മുമ്പ് തന്നെ നമ്മുടെ പൈസയൊക്കെ സുരക്ഷിതമാക്കുക. പക്ഷേ എല്ലാവരും ഇത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ 1930 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഇഷ്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ അതേ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിലാണ്, തൊട്ടപ്പുറത്താണ് SP ഓഫീസ്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വീഡിയോ എടുക്കാനായിട്ട് സഹകരിച്ച സാർമാരുടെ പേരെന്ന് പറഞ്ഞേ? ഇവിടെ മണി, എല്ലാവരും ഒറ്റയടിക്ക് കഴിഞ്ഞപ്പോൾ വളരെ നന്ദിയുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇവരെയൊന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടൊരു കാര്യമുള്ളത് കൊണ്ടാണ്. താങ്ക്